ഗുഡ് ഈവനിങ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ റീസെൻറ്റ് അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് പുറത്തുള്ള ആൾക്കാർ, നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ്, കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന എല്ലാ കേരളക്കാർക്കും നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു രജിസ്ട്രേഷൻ ഗവൺമെൻറ്റിൻ്റെ ത്രൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ഫെസിലിറ്റിയുടെ ഈ രജിസ്ട്രേഷൻ്റെ നമുക്ക് മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ക്വാറന്റൈൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. സോ അതിനുവേണ്ടി തന്നെ നമ്മളിവിടെ പല ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. സോ ആദ്യം നിങ്ങൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം നേരെ പോവുക ഈ വെബ്സൈറ്റിലേക്ക് www.registernorcaroots.org. ഈ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് 2 ഭാഗമായിട്ടാണ്. ആദ്യത്തെ ഭാഗത്തിൽ ഞാൻ മലയാളത്തിൽ സംസാരിക്കും, എല്ലാ മലയാളികൾക്കും മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ താമസിക്കുന്ന എങ്കിലും മലയാളം അത്ര അറിയാത്തവരോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷിലും സംസാരിക്കുന്നതായിരിക്കും. Good evening everybody, whoever is watching this particular video. I'll also be lapsing towards English at the end of my video, so that I'd be able to explain this to everyone or some non-Malayalam speakers who actually reside in Kerala as well. So putting that into consideration, I'm going to move forward with this particular video. സോ നമ്മൾ ആദ്യമേ ഈ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഡീറ്റെയിൽസ് നമ്മുടെ പേര്, അതായത് പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അങ്ങനെ തന്നെ നിങ്ങൾ ഇതിൽ എഴുതണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബഫർ ഡീറ്റെയിൽസ് ആണ് ഇതിൽ എഴുതാൻ പോകുന്നത്. എൻ്റെ സ്വന്തം ഡീറ്റെയിൽസ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫുൾ പേരാണ് നിങ്ങൾ ഈ ഏരിയയിൽ എഴുതേണ്ടത്. അത് കഴിഞ്ഞ് അവർ ചോദിക്കുന്ന ഏജ് ആണ്. അപ്പോൾ നിങ്ങളുടെ വയസ്സ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സ് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ജെൻഡർ, മെയിൽ ആണെങ്കിൽ മെയിൽ, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് വർഷമാണോ നിങ്ങൾ ജനിച്ചത് ആ വർഷത്തിൻ്റെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങളത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇത് ഞാനും ഒന്ന് ചെയ്തു. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം അടുത്ത് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ടിൽ കണ്ടാലറിയാം. ആ പാസ്പോർട്ട് നമ്പർ നിങ്ങൾ എഴുതുക. റിസൈഡിങ് കൺട്രി, അതായത് ഏത് രാജ്യത്താണ് നിങ്ങൾ കറൻ്റ്ലി ഉള്ളത് എന്നുള്ളത്. കറൻ്റ്ലി ഞാനുള്ളത് UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ തൽക്കാലം UAE തന്നെ ഇടുന്നു. പെർമനൻറ്റ് അഡ്രസ്സ് ഇൻ കേരള, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ്, അതായത് നമ്മുടെ പാസ്പോർട്ടിൽ കാണുന്ന അഡ്രസ്സ് ആവാനാണ് സാധ്യത, അല്ലെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ്. ഈ അഡ്രസ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ അവർ അഡ്രസ്സ് ചെയ്ത് നമ്മളെ ഇത് കഴിയുമ്പോഴത്തേനും അവർ ചോദിക്കും, നമ്മുടെ ഡിസ്ട്രിക്റ്റ് ചോദിക്കും. അപ്പോൾ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ റെലവൻറ്റ് പഞ്ചായത്ത് അത് നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് അവർ ചോദിക്കുന്നത് പ്രസൻറ്റ് അഡ്രസ്സാണ്, അതായത് നിങ്ങൾ എവിടെയാണോ ഏത് രാജ്യത്താണോ അവിടുത്തെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഞാൻ ദുബായിലായതുകൊണ്ട് ഞാൻ തൽക്കാലം ദുബായിലെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക, കാരണം അതിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞ് അവർ ചോദിക്കുന്നത് ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ നമ്പറിൻ്റെ കോഡ് സഹിതം നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഇതേ നമ്പർ അല്ല നിങ്ങൾ വാട്സാപ്പിന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ താഴെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതൊന്ന് ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി. എങ്ങാനും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിൽ നിങ്ങളെ യൂസ് ചെയ്യാം. അപ്പോൾ വെരി സിമ്പിളായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ഫുൾ പേര്, നിങ്ങളുടെ വയസ്സ്, ജെൻഡർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങളുടെ നാട്ടിലെ പെർമനൻറ്റ് അഡ്രസ്സ്, ഡിസ്ട്രിക്റ്റ് ആവട്ടെ, നിങ്ങളുടെ പഞ്ചായത്ത്, പിന്നെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ കൺട്രിയിലെ അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, ഒരു ഫോൺ നമ്പർ, പിന്നെ ഒരു വാട്സാപ്പ് ഉള്ളൊരു ഫോൺ നമ്പർ. ഇത്രയും കാര്യങ്ങളായിരിക്കണം ഇതിൽ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നതാണ് അടുത്തത് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്. അതായത് ഏത് രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണോ, അല്ലെങ്കിൽ മാനേജർ പൊസിഷനിലാണോ, പ്രൊഫഷൻ ആണോ, സ്കിൽ ലേബർ ആണോ, അൺസ്കിൽ ലേബർ ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിസ ടൈപ്പ്, ഏത് രീതിയിലുള്ള വിസയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. വിസിറ്റിംഗ് വിസയാവാം, സ്റ്റുഡൻറ്റ് വിസയാവാം, എംപ്ലോയ്മെൻറ്റ് വിസയാവാം, ഡിപ്പെൻഡൻറ്റ് വിസയാവാം, ഏത് വിസയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതങ്ങ് സെലക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സ്പയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയുടെ ഡേറ്റ് ഓഫ് എക്സ്പയറി ആണ്. അത് നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ കാണും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നോക്കി നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ അവർ ചോദിക്കുന്നത് റീസൺ ഫോർ റിട്ടേൺ ആണ്. അപ്പോൾ റീസൺ എന്തോ ആവാം, ജോലി പോയവർ മാത്രമായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് വന്ന് തീർന്ന ആൾക്കാരാവണമെന്നില്ല. ഏതൊരു റീസൺ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റീസൺ നിങ്ങൾക്ക് എഴുതി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.
പിന്നെ അവർ ചോദിക്കുന്നത് ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നാണ്. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടോ, ഏതെങ്കിലും ഹാർട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ ലങ്സ് നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ലിവറിന് പ്രോബ്ലം ഉണ്ടോ, അങ്ങനെ ഏതെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ, ആസ്തമയാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സിംറ്റംസ് ഉണ്ടാവട്ടെ, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞുള്ളതാണ് പ്രൊപ്പോസ് ഡിപ്പാർച്ചർ എയർപോർട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് എയർപോർട്ടാണോ നിങ്ങൾക്ക് സൗകര്യപ്പെട്ട എയർപോർട്ട്, ആ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ എഴുതുക അല്ലെങ്കിൽ അഡ്രസ്സ് എഴുതുക. എൻ്റെ ഇവിടെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, DXB. അപ്പോൾ ഞാൻ അതായിരിക്കും എഴുതുന്നത്. അപ്പോൾ ആ പ്രൊപ്പോസ്ഡ് ഡിപ്പാർച്ചർ ഞാൻ എഴുതുന്നത് DXB അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ നെയിമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് തൽക്കാലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോ ഇഷ്യൂസ് എന്ന് എഴുതും. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക പ്രഷറെന്നോ അല്ലെങ്കിൽ അസ്തമാന്നോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കുള്ളത് പ്രൊപ്പോസ്ഡ് എയർപോർട്ട് ഇൻ കേരള. കേരളത്തിൽ നമുക്ക് 4 എയർപോർട്ടിലാണ് ഇൻ്റർനാഷണലായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്. തിരുവനന്തപുരം ആവാം, കൊച്ചി ആവാം, കോഴിക്കോടാവാം, കണ്ണൂരാവാം. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രാവൽ ഡേറ്റ് എന്നാണോ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മാസം തന്നെയാണ് ഈ മാസത്തെ ഡേറ്റ് എടുക്കുക. കാരണം നമുക്ക് അറിയില്ല എപ്പോഴാണ് തുറക്കുന്ന എയർപോർട്ട്, എപ്പം തുറക്കില്ല എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഏതാണോ ഡേറ്റ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് അവർ ചോദിക്കുന്നത് പ്രിഫേർഡ് എയർലൈനാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും എയർലൈൻ നമുക്ക് ഉണ്ടോ, അതായത് നമുക്ക് യൂസ് ചെയ്യേണ്ട ഏതെങ്കിലും എയർലൈൻ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു എയർലൈൻ ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് നമുക്കാർക്കും പ്രിഫറൻസ് കാണാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിവിടെ എഴുതാം. എയർ ഇന്ത്യയോ എമിറേറ്റ്സോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞ് അവർ ചോദിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഹോം ക്വാറന്റീനിന് ഫെസിലിറ്റി ഉണ്ടോ, അതായത് ആരുമായിട്ട് ബന്ധപ്പെടാതെ താമസിക്കാനുള്ള സൗകര്യമുണ്ടോ. ആ സൗകര്യത്തിൽ അവർ ചോദിക്കുന്നത് നമുക്ക് ഒരു മുറിയും ഒരു ബാത്റൂമും സ്വന്തമായിട്ടുണ്ട്, അതായത് ബെഡ്റൂമിൽ തന്നെ ഒരു അറ്റാച്ച് ബാത്റൂം ഉള്ള ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ക്വാറന്റീനിൽ ഇരിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നമുക്ക് ക്വാറന്റീൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്നും നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ എഴുതിയ ഡീറ്റെയിൽസിൻ്റെ എല്ലാം അവർ നമുക്ക് ഡീറ്റെയിൽസ് വരും. സോറി, ഞാനിവിടെ ഒരു കാര്യം വിട്ടുപോയി. കൊറോണ വൈറസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളിടത്ത് ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നോ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ യെസ് എന്ന് കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കരുതിക്കും. കാരണം എങ്ങാനും വെരിഫിക്കേഷന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ക്യാരി ചെയ്യുക. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതുവരെ എഴുതിയ എല്ലാ ഡീറ്റെയിൽസും, അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആവട്ടെ ഏത് ഇൻഫർമേഷൻ ആവണമെങ്കിലും അത് ഇവരിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കാണാം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. അതിൽ നമുക്കൊരു രജിസ്ട്രേഷൻ ID കിട്ടും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ID നിങ്ങൾ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇമെയിലിൽ കിട്ടിയേക്കാം. അപ്പോൾ ഇത് എന്തെങ്കിലും റെഫറൻസിന് വേണ്ടി ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അവസാനം ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞാൽ അവർ ഒരു കുറച്ച് ഡീറ്റെയിൽസ് തരും നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ ബേസിക്കലി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അതായത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള മുൻഗണനയോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ട്രാവലിങ്ങിന്. പക്ഷേ നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ ക്വാറന്റീൻ ചെയ്യേണ്ടി വരും എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഹെൽപ്പിന് വേണ്ടി, അതായത് നമുക്ക് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇങ്ങനൊരു രീതിയിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മളെ രക്ഷിക്കാനും നമ്മുടെ ഹെൽത്തിനെ രക്ഷിക്കാനും നമ്മുടെ ഗവൺമെൻറ്റിന് പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു രീതിയിലുള്ള ട്രാവൽ നമുക്ക് മുൻഗണനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയില്ല. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലെത്തിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ ട്രാൻസ്പോർട്ട്, അതായത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ അറേഞ്ച് ചെയ്യണം. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ഡ്രൈവറും നമ്മളും മാത്രമേ കാണാൻ പാടുള്ളൂ, വേറെ ഒരാളും അലൗഡ്. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലെത്തിക്കഴിയുമ്പോഴത്തേന് നമുക്ക് ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പനി, ചുമ അല്ലെങ്കിൽ തൊണ്ടവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റി, അതായത് നമ്മുടെ ഗവൺമെൻറ് പറയുന്ന സ്ഥലത്ത് തന്നെ ഹോസ്പിറ്റലാവട്ടെ അല്ലെങ്കിൽ ക്വാറന്റൈൻ ഫെസിലിറ്റി തന്നെ നമ്മൾ ക്വാറന്റൈനിൽ താമസിക്കേണ്ടി വരും. അതല്ല നമുക്ക് സിംറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ ചെന്ന് നമ്മുടെ വീട്ടിൽ 14 ദിവസം നമുക്ക് ക്വാറന്റൈൻ ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചില ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അതുമല്ല ഈ എല്ലാ ഡീറ്റെയിൽസും ഇവരിവിടെ കാണിച്ചേക്കുന്നത് നമ്മുടെ ഇൻഫർമേഷന് വേണ്ടിയാണ്. പക്ഷേ എല്ലാ ഫൈനലൈസേഷനും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് തന്നെ ആവണം എന്നില്ല സിറ്റുവേഷൻ, പക്ഷേ ഇത് നമ്മുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഇത് തന്നെയായിരിക്കും കറക്റ്റ്. അപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പറ്റുന്നത്രയും വേഗം തന്നെ ഞാൻ അതിന് റിപ്ലൈയും കാര്യങ്ങളും തരും. ഏതെങ്കിലും കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച്
സെർച്ച് ചെയ്ത് വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ള ഇനി ഈ സമയം തുടങ്ങി ഞാൻ ബാക്കി ഇംഗ്ലീഷിൽ പറയാനാണ്. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും സഹോദരന്മാർക്ക് മലയാളം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റെ കമൻസിൽ ചോദിക്കാവുന്നതാണ്. So good evening everyone. So I'm making this particular video during this particular time during the pandemic. I hope everybody is safe back at home. I hope all your family is safe as well. The purpose of this video is basically to help you register with Noorka Route. Basically the purpose is so that the government of Kerala specifically or the government of India can help us in quarantine functioning. So it's not possible that when a lot or a bunch of people at the same time go back to the country, it's not very easy for the government to handle all these type of quarantine facilities. For the sole purpose of that, we have to give the government a few details so that it will be easier for them to put us through proper quarantine. So the first thing you need to do is just go into your website, into your Google or whatever browser that you're using. Please type down www.registernorkaroutes.org. So I've just highlighted it on the top left. Once you go to that website, you can directly see the registration form here. So the first thing they're going to ask you is, they're asking you for your name. So the name you need to write as per your passport details. So currently I have filled in buffer details because I would not like to give in my personal details. So I'm just putting it as random numbers. So first of all, you need to fill in your full name as per your passport. Similarly, you're going to talk about the age. So you need to mention what is your current age. Similarly, your gender, male or female. Then they're asking you for your date of birth, so please fill in your date of birth as well. Along with that, the next thing they will ask you is your passport. So you can just check what is your passport number. If you don't know, you can check it on your passport. The next detail they're going to ask you is your location, your current location, or where are you residing currently. So I'm currently in United Arab Emirates, so I'll be mentioning that. The next thing they're asking you is your permanent address, that is your permanent address in Kerala or in India basically. So just write in your permanent address, and along with that they will be asking you for which district you're from, and at the same time what panchayat you belong to. Right after that we may have to put in our details of the address that we have while we are residing in the particular country. So I'm currently living in UAE and I'm in Dubai, so that's the reason I have put in my address, which is in Dubai. At the same time, you have to mention, you provide your own email ID, one of your contact number, and at the same time, if you have any alternative WhatsApp number, you can provide that as well. So if at all there's any need or any necessity, the government can, or anybody, the responsible person could contact you as well. Once you've done with all of that, you can just click on next. And once you click on the next option, you can see a few details being asked here as well. So here, the first thing that they're going to ask you is the kind of job or the employment details. So you can mention whether you're self-employed, you're in a managerial position, skilled labor, unskilled, professional, whatever it is. You just need to mention that. Similarly, the status of your visa. So if you have an employment visa, visiting visa, student visa, whatever it is, you can just mention that. Next thing is the date of expiry of your visa. So my visa is probably going to expire maybe this month end or maybe the next month. So I'm just given a random date here. After that, they will ask you the reason why are you returning. So you can mention any reason here, whichever is provided. Maybe you were on visit visa and it expired, maybe your employment visa got cancelled, maybe you lost your job, annual vacation, whatever it is, you can just mention it. You can put it down. The next question they are asking you is, have you done any COVID-19 test? So if you have done a test, you can type yes. If you have not done a test, you can type no. So whenever you are going to type yes, they will ask you to provide them with the file. So you can choose the file from wherever you have saved it, and just provide them the test result as well. Similarly, the next thing they are going to ask you is whether you have any health conditions. So if you have any thing like asthma, heart disease, or any kind of situation, health conditions, you can mention it here. Next is your preferred airport. So you can just mention them whichever is your nearest airport. So mine currently it is Dubai International Airport, or DXB, so that's the reason I've mentioned that. And the next thing they're asking you is where would you like to land in Kerala. So we have majorly 4 international airports, which is Trivandrum, Kochi, Kozhikode, as well as Kannur. So you can choose whichever is closest to you or whichever is relevant to you. And at the same time, they're asking you what is your preferred date of travel. So whichever day that you would like to travel, just mention that date.
And they are also asking us for an option where, if do we have any kind of preferences with respect to airlines. So if you have any preference, you can just mention it. If not, you can just leave it blank. And at the same time, they want to know another information, whether we have a home quarantine facility. So home quarantine facility, it is very simple. They are asking you if you have a room, okay, with an attached bathroom, bedroom with an attached bathroom. If yes, you can type yes. If no, you can type no. The purpose of this is so that the government can check who are those people whom the government may have to help or support in this situation. So once we're done with all these details, you just click on next. So we can have, you can check all the personal details, whatever you have written so far. So you can just go through all of these things, whatever you have written, all the details will be here. Once you verify them, you can just click on submit. So I'm not going to click on submit because I don't want to waste an online form. So basically you will submit, and it will take you to the next page where you will see your number, your registration number. So you can just take a snap of the particular number, or I think you might receive an email as well. But to be on the safer side, just take a picture so that if you ever need to check it in the future, you can always go back to it. At the same time, see, I missed something. I did not mention the test date during the details. So please mention the test date along with your test result, the document upload. And once you submit, you can also see there is a disclaimer below where they have mentioned that the sole purpose of filling out this registration form, it is not basically to get a travel preference or whatsoever. So we are not going to get any kind of preference, but rather it will help the government to figure out how to handle the situation once we are back in the state. At the same time, if at all you're landing back, since we don't have any public transport at the moment, you have to arrange your own vehicle or transport, and the only person allowed is you yourself as well as one driver, and nobody else should be there in the particular vehicle. When you're arriving back in the state, if you have any kind of symptoms, then you will be taken for a 14 days quarantine period under the government, which could be in a hospital or any kind of quarantine facilities under the government. If not, if you do not have any kind of symptom, you're still requested to do a 14 days quarantine back at your home if you have the mentioned facility. So any further update or any confirmation on this will be given only after the confirmation from the government of India. So that will decide how we will be going about it. But nevertheless, for now, you can fill out these form. You can go forward by filling it. If you have any kind of doubts or any details that you need to know, you can just write it down to me on my comments, and I will try to reply to it as the earliest as possible. If at all I don't know any kind of information, I'll try to figure it out. I'll try to learn more about it, and I'll give you an update about it as well. So thank you so much for watching, and I hope I was able to help you with this. And I'll be lapsing a little bit towards Malayalam. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞ വീഡിയോയിൽ ആദ്യം ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നമ്മൾ ടെസ്റ്റ് റിസൾട്ട് രണ്ടാമത്തെ പേജിൽ വന്നു കഴിയുമ്പോഴത്തേന് അതിലവർ യെസ് നോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ഡേറ്റ് ചോദിക്കും. എന്നാണോ ടെസ്റ്റ് നടത്തി ആ ഡേറ്റ് നിങ്ങൾ ഇടുക. അത് കഴിഞ്ഞ് ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയുക. ടെസ്റ്റ് റിസൾട്ട് അവർ ചോദിക്കുക എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. ഉണ്ടെന്ന് നിങ്ങൾക്ക് COVID-19 വന്നെന്നുണ്ട് ഉള്ള സാഹചര്യമാണെങ്കിൽ പോസിറ്റീവ് എന്ന് കൊടുക്കുക, വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഫയൽ, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്നുള്ളതിൻ്റെ ഫയൽ നിങ്ങൾ ചൂസ് ചെയ്ത് ഫയൽ അപ്ലോഡ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്മിറ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനായിരിക്കും. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഈവനിങ്.